ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ കുഞ്ഞിൻ്റെ കിഡ്സ് ഫെസ്റ്റ് ആണ്. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതാ ബൈക്കിൽ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സ്കൂൾ എത്താറായി. കുഞ്ഞൊക്കെ നേരത്തെ പോയായിരുന്നു. 2 മണിയൊക്കെ ആയപ്പോഴേ അവർ പോയി. ഗ്രൂമിങ് സെക്ഷനൊക്കെയാണ് അവരുടെ. അപ്പോൾ വലിയ പ്രോഗ്രാമൊന്നുമില്ല, ചെറിയൊരു പ്രോഗ്രാം, ജസ്റ്റ് ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പോലെ. ഓക്കെ, അപ്പം നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. എൻ്റെ കൂടെ എത്രയും പേരുണ്ട് ഗൈസ്, എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഫാമിലി ആയിട്ടോ. ഹായ് പറഞ്ഞാണേ. ഇനി അങ്ങോട്ട് ഫുൾ വോയിസ് ഓവർ ആണേ. ആ കോമ്പൗണ്ടിലോട്ട് കയറിയപ്പോൾ തൊട്ട് നല്ല അടിപൊളി പാട്ടുകളായിരുന്നു കേട്ടോ. പിന്നെ പറയണ്ടല്ലോ കോപ്പി റൈറ്റിൻ്റെ കാര്യം. സാധാരണഗതിയിൽ ഞങ്ങൾ എവിടെ പോണേലും ലേറ്റ് ആയിട്ടാണ് പോകാറുള്ളത്. ബട്ട് ഇന്ന് എന്തോ ഭാഗ്യത്താൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വന്നു. ഒരു 10 മിനിറ്റ് നേരത്തെ തന്നെ ഞങ്ങൾ വന്നു കേട്ടോ. സ്റ്റേജൊക്കെ എന്തോ ഭംഗിയായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തേക്കെന്ന് നോക്കി. അങ്ങനെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ഒക്കെ എത്തി. Each day offers a reason to celebrate. We are all elated and delighted to celebrate our Kids' Day today. It's with gratitude on the reserved seats, which is placed on the first row. നമ്മുടെ ഈ കിഡ്സ് ഫെസ്റ്റിൻ്റെ പേര് വരുന്നത് യൂഫോറിയ എന്നാണ് കേട്ടോ. യൂഫോറിയ മീൻസ് ഫുൾ ഓഫ് ഹാപ്പിനെസ് എന്നാണേ. ആദ്യം തന്നെ നല്ലൊരു ക്യൂട്ട് പ്രെയർ ഡാൻസ് ആയിരുന്നേ. ആ കുട്ടികൾ കളിക്കുന്ന നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ അവരുടെ കോസ്റ്റ്യൂമും അതുപോലെ തന്നെ നല്ലൊരു ഡിവോഷണൽ സോങ്ങും ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ കുട്ടികൾ എല്ലാവർക്കും ഒരു ഫ്ലവറൊക്കെ കൊടുത്ത് വെൽക്കം ചെയ്തു. പിന്നെ ദീപം തെളിയിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഈ ഒരു ഡാൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. ആ തെയ്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ഈ സെലക്ട് ചെയ്തേക്കുന്ന സോങ് എല്ലാം അടിപൊളിയായിരുന്നേ. പിന്നെ ഇവരുടെ കോസ്റ്റ്യൂം അത് പറയണ്ടല്ലോ, നല്ല ഭംഗിയായിരുന്നു കേട്ടോ കണ്ടിരിക്കാൻ. ഞാനൊക്കെ പഠിക്കുന്ന ടൈമിലേ ഇത്രയൊരു ആംബിയൻസോ ഒരു സെറ്റപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നേരത്തെ ഓഡിറ്റോറിയത്തിലായിരുന്നേ. അതും നല്ല ഭംഗിയൊക്കെ ആയിരുന്നു, നല്ല സെറ്റായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അത് വേറൊരു വൈബ്, ഇത് വേറൊരു വൈബ്. കാലം മാറുന്നതനുസരിച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുമല്ലേ. ഇത് നമ്മുടെ പ്ലേ സ്കൂൾ കുട്ടികളുടെ ആയിരുന്നേ. ഒരു രക്ഷയിലായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാൻ. അവരുടെ കോസ്റ്റ്യൂമൊക്കെ എന്ത് രസമാണെന്ന് നോക്കി. അത് കണ്ട ഒരാളിവിടെ ആസ്വദിച്ചിരിക്കുന്നുണ്ടല്ലേ. ഈ ഒരു വഴക്കാളിക്ക് അതൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ കുട്ടികളുടെ ഒരു സിനിമാറ്റിക് ഡാൻസ് ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ അതും കണ്ടിരിക്കാനായിട്ട്. അടുത്തത് നമ്മുടെ കുഞ്ഞിൻ്റെ ഡാൻസ് ആണേ. ഇവരെല്ലാം ഒരു ക്ലാസ്സിലുള്ളവരാണേ. ഇതിൽ ഏകദേശം എല്ലാവരും ഒരുപോലെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ആളെ ആദ്യം മനസ്സിലായില്ല. പിന്നെ എനിക്ക് മനസ്സിലായത് വൈറ്റ് സ്കേർട്ട് ഇട്ട് ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നതാണ് നമ്മുടെ ചക്കര. ഇത് നമ്മുടെ LKG Bയിലെ ചക്കരക്കുട്ടന്മാരാണ്. എല്ലാവരും ഒരേ പൊളിയായിരുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. നമ്മുടെ ഇതിൻ്റെ ക്രെഡിറ്റ് ഗോസ് ടു നമ്മുടെ വിജി മിസ് ആണ് കേട്ടോ, ക്ലാസ് ടീച്ചർ. പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കണ്ണായി ഉണ്ണിയും നല്ല ബഹളമായിരുന്നേ. പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് കുറച്ച് നേരമൊക്കെ ഇവന്മാർ കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. കാരണം ഉറങ്ങിയിട്ടില്ല, പകൽ ഉറങ്ങാത്തതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് ഇവന്മാർ കുറച്ച് നേരം കിടന്നുറങ്ങി. നല്ല ഉറക്കക്ഷീണം ഉള്ളതുകൊണ്ട് നല്ല വഴക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കൊച്ച് വന്നു. അവളെയും കൂട്ടിക്കൊണ്ട് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങി കൊടുക്കാമെന്ന് കരുതി നേരെ നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് പോയേ. ഇവിടെ നല്ല ചൂട് ബജ്ജി വാങ്ങി കഴിച്ചേ. ചായ വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഇവന്മാരെ എല്ലാം ആയിട്ട് നമുക്ക് അവിടെ പോയി വാങ്ങാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ വാങ്ങിയില്ല. സാരല്ലേ, നമുക്ക് അടുത്ത പ്രാവശ്യം നികത്താവല്ലേ. ഇവിടെ നിന്ന് ഞങ്ങൾ കുറേ നേരം പ്രോഗ്രാമൊക്കെ കണ്ടേ. കുറച്ച് നേരമൊക്കെ അവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നേ. പക്ഷെ നമ്മുടെ കയ്യിൽ കുഞ്ഞുള്ളതുകൊണ്ട് നല്ല മഞ്ഞല്ലേ, ഇപ്പോഴത്തെ കാലാവസ്ഥയല്ലേ, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോകാമെന്ന് കരുതിയേ. ചേട്ടന്മാരൊക്കെ കൂടെ ഉണ്ടായിരുന്നേ. നമ്മൾ കുട്ടികളെ ചേട്ടന്മാരുടെ കയ്യിലൊക്കെ ഏൽപ്പിച്ചിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്ന് പ്രോഗ്രാം കണ്ടേനെ. ഇതിപ്പോൾ മാറി പിടിക്കാൻ പോലും ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എനിക്കാണെങ്കിൽ അവിടെ നിന്ന് പോരണോന്നേ ഇല്ല കേട്ടോ. എനിക്കാണെങ്കിൽ ആ ഗ്രൗണ്ടൊക്കെ ശരിക്കും മിസ്സായി. എനിക്ക് പഴയ നെസ്റ്റുമൊക്കെ വന്നു ഗൈസ്. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവിടെയൊക്കെ അതൊരു വികാരമാണ്. ആ ഒരു ഗ്രൗണ്ട്, ആ ഒരു സ്കൂൾ, ആ ഒരു ആംബിയൻസൊക്കെ എനിക്കൊരു വികാരമാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ അവളുടെ സ്റ്റേജ് എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ചു കേട്ടോ. അതൊന്ന് കേട്ട് നോക്കണേ. ചക്കരെ, സ്റ്റേജിൽ കയറിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആണോ? ഇനി പെർഫോമൻസ് ഒക്കെ ചെയ്യുമോ? ഇനി പേടിയുണ്ടോ? ഓക്കെ, സെറ്റ് അല്ലേ എല്ലാം? പിന്നെ കണ്ണമ്മയുടെയും മോളുടെ ഒരു ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ഉമ്മയൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾ മനസ്സോട് കൂടി അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ ഈ ഒരു കുട്ടി മിനി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. പിന്നെ ഇനി ഇതേപോലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം അടുത്ത ദിവസം. ടാറ്റാ, ബൈ ബൈ.